all. ഞാൻ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്. അതിൽ ഒരു 10 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇമ്മീഡിയസി ആണ്. ഇമ്മീഡിയസി എന്ന് പറയുമ്പം ഓൺലൈൻ ന്യൂസ് ഈസ് പബ്ലിഷ്ഡ് ക്വിക്ക്ലി ആസ് സൂൺ ആസ് ഇറ്റ് ഹാപ്പൻസ്. അതായത് ഏതെങ്കിലും ഒരു ന്യൂസ് അപ്ഡേറ്റ്സ് പുതിയ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ അത് വേഗം പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ സെക്കൻഡ് വൺ ഇൻറ്ററാക്റ്റീവ് ആണ്. റീഡിംഗ് ക്യാൻ കമൻറ്റ് ഷെയർ ആൻഡ് എൻഗേജ് വിത്ത് ദ ന്യൂസ്. വായനക്കാർക്ക് ആ ന്യൂസിൽ കമൻറ്റ് ഇടാനും ആ ന്യൂസ് ഷെയർ ചെയ്യാനും ആ ന്യൂസുമായിട്ട് എൻഗേജിങ് ആവാനും സാധിക്കുന്നുണ്ട്. പിന്നെ തേർഡ് വൺ മൾട്ടിമീഡിയ. ഓൺലൈൻ ന്യൂസ് ഇൻക്ലൂഡ്സ് വീഡിയോസ്, ഫോട്ടോസ് ആൻഡ് ഓഡിയോ ടു മേക്ക് സ്റ്റോറി മോർ ഇൻട്രസ്റ്റിംഗ്. അതായത് ഒരു ന്യൂസ് സ്റ്റോറി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിന് ഓൺലൈൻ ന്യൂസിൽ വീഡിയോസ്, ഫോട്ടോസ്, ഓഡിയോസ് എന്നിവയെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. നാലാമത്തത് ലിങ്ക് ആൻഡ് റിസോഴ്സ് ആണ്. ഓൺലൈൻ ന്യൂസ് ആർട്ടിക്കിൾസ് ഓപ്ഷൻ ഇൻക്ലൂഡ് ലിങ്ക്സ് ടു മോർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്. അതായത് ഒരു ന്യൂസ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി അതിൻ്റെ സോഴ്സ് വ്യക്തമാക്കുന്നതിനും ലിങ്കുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഫിഫ്ത്ത് വൺ അപ്ഡേറ്റ് റെഗുലർലി. ഓൺലൈൻ ന്യൂസ് ഈസ് അപ്ഡേറ്റഡ് കോൺസ്റ്റൻ്റ്ലി സോ റീഡേഴ്സ് ക്യാൻ ഗെറ്റ് ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. അതായത് ഓൺലൈനിലൂടെ നമുക്ക് ന്യൂസുകൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ റീഡേഴ്സിന് ഏറ്റവും പുതിയ വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കും. ആറാമത്തത് ഗ്ലോബൽ റീച്ച് ആണ്. ഓൺലൈൻ ന്യൂസ് ക്യാൻ ബി റീഡ് ബൈ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അതായത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഓൺലൈൻ ന്യൂസ് വായിക്കാൻ സാധിക്കുന്നു. പിന്നെ ഏഴാമത്തത് സിറ്റിസൺ ജേർണലിസം ആണ്. എനിവൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഓൺലൈൻ ന്യൂസ്, നോട്ട് ജസ്റ്റ് പ്രൊഫഷണൽ ജേർണലിസ്റ്റ്. അതായത് പ്രൊഫഷണൽ ജേർണലിസ്റ്റുകളല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും ഓൺലൈനിൽ ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. 8 ഡാറ്റ ഡ്രിവൺ ആണ്. ഓൺലൈൻ ജേർണലിസ്റ്റ് യൂസ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു സപ്പോർട്ട് ദെയർ സ്റ്റോറീസ്. അതായത് പത്രവാർത്തകൾക്ക് അവരുടെ ന്യൂസ് സപ്പോർട്ട് ചെയ്യാൻ വിവിധ ഡാറ്റാസും സ്റ്റാറ്റിസ്റ്റിക്സും യൂസ് ചെയ്യുന്നു. 9ാമത്തത് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ ആണ്. ഓൺലൈൻ ന്യൂസ് ഈസ് ഓപ്പൺ ഷെയർഡ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതായത് ഓൺലൈൻ ന്യൂസുകൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ് വൺ റീഡർ എൻഗേജ്മെൻ്റ് ആണ്. ഓൺലൈൻ ജേർണലിസ്റ്റ് ക്യാൻ ട്രാക്ക് ഹൗ റീഡേഴ്സ് ആർ എൻഗേജിങ് വിത്ത് ദെയർ സ്റ്റോറീസ്. റീഡേഴ്സ് എങ്ങനെയൊക്കെ എൻഗേജിങ് ആവുന്നുണ്ട് എന്നുള്ളത് ഓൺലൈൻ ജേർണലിസ്റ്റുകൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്രയേ ഉള്ളൂ.